വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആ ജെയിംസേ, ആ ദേവനട്ടാ. ഹോ, ഒന്നും പറയണ്ടപ്പാ. ഇന്നലെ ഇത്തിരി വൈകാണ് വീട്ടിലെത്തിയത്. ഞങ്ങൾ പണിക്കാരെല്ലാവരും കൂടി ഒന്നങ്ങോട്ട് കൂടി. ഇന്നലത്തെ കൊണ്ട് അവിടുത്തെ പണി കഴിഞ്ഞ് അങ്ങനെ കൂടിയതാണ്. എന്താ കാലത്തെ വല്ല വർക്കിന്റെ വല്ല കാര്യത്തിനാണാ? എനിക്ക് തോന്നി. എവിടെടാ? ആ മൈക്കിളച്ഛൻ്റെ അടുത്താ. ആ, അവിടെ എന്ത് പണി വന്നാലും അവിടുത്തെ മെയിൻ ആള് നീയല്ലേ? അല്ല, എന്ത് വർക്കാണ്? അച്ഛനവിടെ കുറച്ച് പശുക്കളുണ്ടല്ലോ. ആവോ, എനിക്കറിയാൻ പാടില്ല. അതിന് ആ പശുക്കളുടെ പാല അച്ഛൻ്റെ മേൽനോട്ടത്തിലുള്ള അനാഥാലയത്തിലും മറ്റും കൊടുക്കുന്നത്. മിച്ചം വരുന്നത് പുറത്തും കൊടുക്കും. അതും അവരുടെ ഒരു വരുമാന മാർഗമാണ്. പശുവിന്റെ പാലിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ വർക്കിന്റെ കാര്യം പറയും. അതാ ഞാൻ പറഞ്ഞു വന്നത്. ആ പശുക്കൾക്ക് ഒരു തൊഴുത്ത് റെഡിയാക്കണം. തൊഴുത്തു പണിയാ? അതെ. തറയൊക്കെ കെട്ടി തൂണൊക്കെ ആയിട്ട് ഏതാണ്ട് കുറച്ച് പണി കഴിഞ്ഞിരിക്കുക. ബാക്കി പിന്നെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് സൈഡൊക്കെ ഒന്ന് മറിച്ച് റെഡിയാക്കണം. എടാ, അത് പിന്നെ ഞാൻ നീ ഒരു ഒഴിവേടും പറഞ്ഞ് ഒഴിയരുത്. ഇന്ന് പോയി നമുക്കതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അച്ഛനൊരു എസ്റ്റിമേറ്റും കൊടുക്കണം. കുറച്ച് ദിവസമായിട്ടുള്ള പണിയല്ലേ, നല്ല ശരീരം വേദന ഉണ്ട്. അല്ല, അതിന് പണി ഇന്നല്ലല്ലോ, മറ്റന്നാളല്ലേ. ഇന്ന് ചെന്ന് നോക്കി എസ്റ്റിമേറ്റ് കൊടുത്തു പോരുന്നു. നാളെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ പൊക്കോളാം. നീ ഇവിടെ ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കുക. മറ്റന്നാൾ നമുക്ക് പണി ആരംഭിക്കാം. നീ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ഒരു നീണ്ട വർക്കൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാറിലാണ് പതിവ്. പിന്നെ നീ കോൺട്രാക്റ്റ് പിടിച്ച വർക്കല്ലേ? ഒരു പശുത്തൊഴുത്ത് പണിയുന്നതാണോ കോൺട്രാക്ടർ? ഒരു 2 ദിവസത്തെ പണിയുടെ കാര്യമല്ലേ ഉള്ളൂ. 2 ദിവസം കൂടി പണി തീരുമോ? പിന്നല്ലാതെ. ഇനി നീ ഒന്നും ആലോചിക്കണ്ട. നീ പോയി ഷർട്ട് ഇട്ടുകൊണ്ട് വന്നേ. എന്നാ നീ ഇവിടെ ഞാൻ പോയിട്ട് വരാം. എന്നാ പോവാ. പോവാം. ജോയിയാ? അച്ഛാ, ഇത് ജെയിംസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പണി ചെയ്യണത്. ശരി.
എങ്കിൽ പിന്നെ എന്തൊക്കെയാ വേണ്ടതെന്ന് ഞങ്ങൾ നോക്കിയിട്ട് വരാം. ദാ കണ്ടില്ലേ, മഴയൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. നല്ല ചോർച്ചയുണ്ട്. അതൊന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവറ്റകളെ അങ്ങോട്ട് മാറ്റി കെട്ടാലോ. ആ അതിപ്പോൾ 2 ദിവസം കൊണ്ട് കഴിയില്ല അച്ഛാ, അല്ലേ ജെയിംസേ? അത് നമുക്ക് പെട്ടെന്ന് തീർക്കാച്ചാ. ആ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ഞാനേ ഓഫീസിലുണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ആ വാ. നീ എന്താ ആലോചിക്കണത്? അതേ, ഇത് 2 ദിവസം പോരട്ടാ. ആ 3 ദിവസം ആയിക്കോട്ടെ. നോക്കാം. 3 ദിവസത്തേക്കുള്ളൊന്നും പറ്റൂല ചേട്ടാ. എൻ്റെ ജോയി, നീ ഇപ്പോഴും ജീവിക്കാനൊന്നും പഠിച്ചിട്ടില്ലേ? എടാ, കഷ്ടപ്പെട്ട അതുകൊണ്ട് ഗുണമുണ്ടാവണം. കമന്ന് വീണ കായപ്പണം. അതാണ് എൻ്റെ പോളിസി. ഈ പണി അറിയാവുന്നതുകൊണ്ടല്ലേ അച്ഛൻ ഈ പണി നിന്നെ ഏൽപ്പിച്ചത്. അപ്പം പണി അറിയാവുന്ന നമ്മൾ ആ അവസരം വിനിയോഗിച്ചാലേ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി ചുരുക്കി പറയാനേ എനിക്ക് പറ്റുള്ളൂ. കൂടുതൽ ദിവസം പണി ചെയ്ത് അച്ഛനെ പറ്റിക്കാന്നൊന്നും നീ പറയരുത്. എടാ, ഇതിനെ പറ്റിക്കെന്നല്ല പറയണത്. നിനക്ക് കിട്ടിയ അവസരവും എനിക്ക് കിട്ടിയ അവസരവും അത് നമ്മുടെ ഉന്നമനത്തിനായും ഉയർച്ചക്കായും ഉപയോഗിക്കുക. 3 ദിവസത്തിൽ കൂടുതൽ ഈ പണി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. പണി 3 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം. പക്ഷേ സാധനങ്ങൾ എടുക്കുന്നത് നമ്മളല്ലേ. അതിൽ 10,000-10,000 അങ്ങോട്ട് കയറ്റി വെക്കണം. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്. എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. തീത്തോസ് 1-ാം അധ്യായം 15-ാം വാക്യം. എടാ, പണിക്കാശ് കൂടാതെ ഒരു 5,000 രൂപ അഡീഷണൽ ആയിട്ട് നമ്മുടെ കയ്യിൽ വരണം. എടാ, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നയാളാ. അച്ഛനെന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. അച്ഛന് നിന്നെ വിശ്വാസം ആയിക്കോട്ടെ. അതുകൊണ്ടൊക്കെ അല്ലേ നമുക്കിങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം വന്നത്. ഇത്രയും നാൾ നീ അച്ഛൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചില്ലേ? ഇനി കുറച്ച് നാൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണ്ട. അപ്പം ഒരു ഡെവലപ്മെന്റ് നിന്റെ ജീവിതത്തിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയണത്. എടാ, ഇത് കേട്ടിട്ട് തന്നെ മനസ്സിനൊരു ഇതുപോലെ. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും. നീ ഞാൻ പറഞ്ഞതുപോലെ ഒരു എസ്റ്റിമേറ്റ് അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്ക്. കൂടുതലൊന്നും ആലോചിക്കണ്ട. എടാ, ഇത് കേട്ടിട്ട് തന്നെ മനസ്സിനൊരു ഇത് തോന്നുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും. എടാ, അല്ലേ തന്നെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അച്ഛന് വല്ലതും അറിയോ? പിന്നെ അച്ഛൻ്റെ കാശൊന്നുമല്ലോ പറ്റിച്ചെന്ന് കുറ്റബോധം തോന്നാൻ. ആരെങ്കിലും സംഭാവന കൊടുക്കുന്നതല്ലേ. നീ ഞാൻ പറയുന്ന പോലെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്ക്. കൂടുതൽ ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർക്കാ പെട്ടെന്ന് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ളൂ. എടാ, എന്നാലും അത് ഒരെന്നാലും ഇല്ല. നീങ്ങ വന്നേ, നമുക്ക് അച്ഛനെ പോയി കാണാം. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3-ാം അധ്യായം 23-ാം വാക്യം. അച്ഛാ, ഞാൻ ഓഫീസിലേക്ക് വന്നായിരുന്നേ. ഞാനേ ആ ജോയും കൂട്ടുകാരനും കൂടി പുതിയ തൊഴുത്തിൻ്റെ പണിയുടെ കാര്യത്തിന് വന്നിരുന്നു. അവരുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അച്ഛാ, ഈ ആഴ്ച കിച്ചണിലേക്ക് സാധനങ്ങൾ എടുക്കുന്ന കാര്യേ ലോനപ്പച്ചേട്ടൻ പറഞ്ഞിരുന്നു. എടുക്കാം. അല്ല, ആ ലാസറേട്ടന്
കിച്ചണിലേക്ക് സാധനങ്ങൾ എടുത്തതിൻ്റെ കഴിഞ്ഞ 2 ആഴ്ചത്തെ കാശ് കൊടുക്കാനുണ്ട്, പെൻഡിങ് ആണ്. ഉം. അല്ല സാബു, ആ ആ പൈസന്റെ ഓഫീസിൽ പോയിരുന്നോ? അവിടെ റിസപ്ഷനിൽ ചെക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അല്ലച്ചോ, ഉം. അത് പുള്ളിക്ക് ഗൂഗിൾ പേ ചെയ്താൽ പോരായിരുന്നോ? അല്ല, അതിപ്പോൾ എളുപ്പമായില്ലേ? ക്യാഷ് ചെക്കാണെന്ന് പൈസ പറഞ്ഞത്. നിനക്ക് ബാങ്കിൽ കയറി ക്യാഷ് വാങ്ങിക്കാമല്ലോ. ലാസറിന് എത്രയാന്ന് വെച്ചാൽ കൊടുത്തേര്. ആ എന്നാ ശരി അച്ഛാ. ഉം. അല്ല അച്ഛാ, ഈ ലാസറേട്ടിന് മുഴുവൻ കൊടുക്കണോ? കൊടുത്തേര്. ഉം. അതിനുള്ളതുണ്ടാവും. ഉം. അത് കൊടുത്തിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി. ഉം. ശരി അച്ഛാ. ഓ, എങ്കിൽ സാബു ചെല്ല്. ശരി അച്ഛാ. ഞാൻ മൈക്കിളച്ചൻ പറഞ്ഞിട്ട് വരികയാണേ, ഒരു ചെക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. ഒരു മിനിറ്റ്. ആ ഇതാ. ആ ശരി എന്നാ, താങ്ക്സ്. ഓക്കെ ഓക്കെ. ആ സാറേ. ആ ഇതാരത്? സാബുവോ? ആ സാറ് റിസപ്ഷനിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഞാനവിടെ ഇപ്പം ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ. അല്ല, സാബു എന്താ ഇവിടെ? ഞാൻ മൈക്കിളച്ചൻ പറഞ്ഞിട്ട് വന്നാണേ. ഓ, പൈസാറ് അച്ഛനെ വിളിച്ചിരുന്നേ. എനിക്കും പൈസനൊന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു. അല്ല, മൈക്കിളച്ചന് സുഖമല്ലേ? ഉം. കുറച്ച് നാളായി മൈക്കിളച്ചനെ വിളിച്ചിട്ടും അങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ടും. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സാബു? ഉള്ളത് പറയാമല്ലോ സാറേ. അച്ഛൻ നല്ല ടൈറ്റിലാണ്. അവിടുത്തെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നു. അച്ഛൻ പിന്നെ എല്ലാവരോടത്തും അങ്ങനെ, അല്ല ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നേ പറയായിരുന്നേ. ഏതായാലും ഞാൻ അച്ഛനെ കാണാൻ വരുന്നുണ്ട്. സാബുവിന് ഇന്നിവിടെ കാണാൻ സാധിച്ചത് നന്നായി. മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. പ്രഭാഷകൻ 17-ാം അധ്യായം 22-ാം വാക്യം. സാബു അങ്ങോട്ടാ? അല്ല, എനിക്ക് ഫെഡറൽ ബാങ്ക് വരെ ഒന്ന് പോകാം. അതെ, ഞാനാ ഒഴിക്കുക. കയറി. ആ രണ്ട് ചായ. ദേ ഇപ്പം എങ്ങനെയുണ്ട്? എസ്റ്റിമേറ്റ് കൊടുത്തു, അച്ഛനത് വാങ്ങുകയും ചെയ്തു. മറ്റന്നാൾ നമ്മൾ ചെല്ലുന്നു, ആ എസ്റ്റിമേറ്റ് പ്രകാരം നമുക്ക് കാശ് തരുന്നു, സാധനങ്ങൾ എടുക്കുന്നു, അധികം പണം നമ്മൾ പങ്കുവെക്കുന്നു. 2-3 ദിവസത്തെ പണി കൊണ്ട് തൊഴുത്തൂടെ നമ്മൾ തീർക്കുന്നു. ആ തച്ചുകാശ് വാങ്ങി നമ്മൾ പോകുന്നു. ഇതൊക്കെ ഇത്രേ ഉള്ളു. നീ ഇതൊക്കെ പറഞ്ഞത് കേട്ട് ഞാനിതൊക്കെ ചെയ്തേ ഉള്ളൂ. എനിക്കിപ്പോഴും നല്ല ടെൻഷനുണ്ട്. അതൊക്കെ ഇത് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും. പിന്നെ അതൊക്കെ ഒരു ശീലമായിക്കോളുന്നേ. ദൈവമേ, ഇതോടെ ഈ പരിപാടി ഞാൻ നിർത്താൻ കേട്ടോ. ഇത്രയും ടെൻഷൻ താങ്ങാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല. അതൊക്കെ ആദ്യം ആയതുകൊണ്ടാണെന്നേ. എനിക്കും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ഇത്തരം പരിപാടികൾ നല്ലൊരു തണുത്ത പാലും വെള്ളം കുടിക്കുന്ന ലാഘവത്തോടെ ഞാനത് അറ്റൻഡ് ചെയ്യും. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. എടാ മോനെ, ചായട്ടില്ല. ഹലോ. ആ എന്താ ഇവിടെ നിൽക്കണേ? ഞാനേ ഇവിടെ തൊഴുത്തിന്റെ പണിക്ക് വന്നതാണ്. ഓ, ആ ജോയിയുടെ കൂടെ അല്ലേ? ആ അതെ. അല്ല, എന്നിട്ട് ജോയി എങ്ങോട്ട് പോയി?
ജോയി അച്ഛൻ്റെ അടുത്ത് കാശ് വാങ്ങാൻ വേണ്ടി പോയേക്കേ. ഇന്ന് സാധനം എടുക്കണേ, നാളെ ഞങ്ങൾ പണി തുടങ്ങും. ആ തൊഴുത്തിൻ്റെ പണിക്ക് സാധനങ്ങൾ എടുക്കാൻ അല്ലേ? അത് നിങ്ങൾ എടുക്കണ്ട. ആ ദൈവം സഹായിച്ച് അതെല്ലാം സെവിയർ സാറ് ഭംഗിയായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെവിയർ സാറിന് അറിയില്ലേ, നമ്മുടെ അന്ന മെറ്റൽസിൻ്റെ? ആ ആ അല്ല, പുള്ളി ചെയ്തു തരാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ചെലവും സാറ് ചെയ്യുന്നു. നിങ്ങൾ പണി മാത്രം ചെയ്താൽ മതി. ആ പണിക്കാശും ഈ സെവിയർ സാറ് തരും. അച്ഛൻ്റെ റൂമിലിരുന്ന് സെവിയർ സാർ സംസാരിക്കുന്നത് ഞാൻ കുറച്ചു മുമ്പ് കേട്ടതല്ലേ? അല്ല, പുള്ളിക്കാരനിപ്പോൾ ഇവിടെ ഉണ്ടാ? അച്ഛൻ്റെ റൂമിലുണ്ട്. അച്ഛൻ്റെ റൂമിലിരുന്ന് അച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. എഫേസോസ് 4:28. ഒരു സെക്കൻഡ്. ഹലോ, അതെ, ആ ഞാൻ തന്നെ സാബു. ആ പറയും. രവി. ആ രവി. ആ രവി പറയും. എന്താ രവി? ആ രവി. അല്ല, എന്ത് പണിയാണ് ശരിക്കും രവിക്ക് അറിയാവുന്നത്? അന്നാ മെറ്റൽസ്. ഹോ, ഇങ്ങനെയുള്ള പരോപകാരം ഉണ്ടായിട്ടൊന്നും കണ്ടില്ല. എന്നെപ്പോലുള്ള ആളുകളുടെ കാര്യം കട്ടപ്പോക. ഇതിനൊരു തീരുമാനമായി. അന്നാ മെറ്റൽസ് സൈബറിന് മുമ്പിൽ പറഞ്ഞ മുമ്പേ ഇവിടെ നിന്ന് മുങ്ങനാണ് നല്ലത്. ഇതിനെല്ലാം എങ്ങനെയാ ഞാൻ സേവനോട് നന്ദി പറയേണ്ടത്? ഇതിനൊക്കെ നന്ദി പറയേണ്ട കാര്യമില്ല അച്ചോ. ഇതെല്ലാം എൻ്റെ ഒരു കടമയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ആലോചിച്ച് ചെയ്താൽ മതി. ശരി അച്ചോ. റോയി തന്ന എസ്റ്റിമേറ്റ് എൻ്റെ കയ്യിലുണ്ടല്ലോ. എല്ലാം ഞാൻ ഏറ്റു അച്ചോ. ഓ, ഇപ്പോൾ തന്നെ ജോയി എൻ്റെ കൂടെ വരുമല്ലേ? ആ അതെ സാർ. അപ്പോൾ അച്ഛാ ആ ശരി എന്നാ. ഓക്കെ, വാ ആയിക്കോട്ടെ. ജോയി. ജോയി, ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കണ്ടപ്പോൾ നിങ്ങൾ അച്ഛനെ പറ്റിക്കാന്ന്. പക്ഷേ അവൻ ആ ജെയിംസ് ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ അവനാണെന്ന്. എന്നോട് ക്ഷമിക്കണം സാർ, എനിക്കൊരു പറ്റുപറ്റിപ്പോയി. എനിക്കെല്ലാം മനസ്സിലായി. താൻ ഇത് ചെയ്തത് തെറ്റാണ്. എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഇന്ന് ഒരു അച്ഛനോടൊന്നും ചെയ്തിട്ടില്ല. സത്യസന്ധമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അതേപോലെ തന്നെ ചെയ്താൽ മതി. അല്ല, എവിടെ തൻ്റെ കൂട്ടുകാരൻ? ദേ എന്നെ കഥ അവിടെ നിൽപ്പുണ്ട്. ആ നിങ്ങൾ ഇവിടെ നിൽക്കണോ? നിങ്ങളുടെ കൂട്ടുകാരൻ അവിടെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന പിന്നെ പുള്ളിനെ കാണാനില്ല. ഞാനിവിടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞോ? ആ എന്നോട് ചോദിച്ചായിരുന്നു. ആ, സൈബർ സാർ ഇവിടെ ഉണ്ടെന്ന് ഞാനോട് പറയുകയും ചെയ്തു. ഇനി അവൻ ഈ പരിസരത്തുണ്ടാവില്ല. സാറേ, ഞാൻ വേറെ ഏതെങ്കിലും പണിക്കാരനെ വെച്ച് ഇത് ചെയ്തോളാം. ആ അത് പറഞ്ഞപ്പോഴാ എൻ്റെ പരിചയത്തിൽ ഡ്രസ് പണി എന്ന ഒരാളുണ്ട്, രവി എന്ന പുള്ളിയുടെ പേര്. പുള്ളീനെ ഒന്ന് കൂടെ കൂട്ടാവോ? ദാ കണ്ട, ഇപ്പോൾ പണിക്കാരനുമായി. നേരിൻ്റെ കാര്യം ഇങ്ങനെയാ. അത് ഇങ്ങനെയേ സംഭവിക്കൂ, ഇങ്ങനെയേ സംഭവിക്കാവൂ. മനസ്സിലായോ? കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. പ്രഭാഷകൻ 33:1. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.